കൊടിക്കുന്നിൽ സുരേഷ് എം പി കൂടി ചേരുന്നു. ബജറ്റിനെ ഒറ്റ വാക്കിൽ എങ്ങനെ വിശേഷിപ്പിക്കാം? വളരെ നിരാശാജനകമായ ബഡ്ജറ്റാണ്. ഇങ്ങനെ ഒരു ബഡ്ജറ്റ് തീർച്ചയായും പാർലമെന്റിൽ ഇന്നേ വരെ ആരും അവതരിപ്പിച്ചിട്ടില്ല. ഇത് ഒരു ഇൻകം ടാക്സ് 10 ലക്ഷം രൂപ ആദായ നികുതിയുടെ പരിധി 12 വർദ്ധിപ്പിച്ചു എന്നത് മാത്രമാണ് ഉയർത്തി കാണിക്കാറ്. മറ്റൊന്നും ഈ ബഡ്ജറ്റിനെ കുറിച്ച് പറയാനില്ല. അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, OBC, പിന്നോക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ അവർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു പദ്ധതിയും ഈ ബഡ്ജറ്റിൽ പറഞ്ഞില്ല. ഞാൻ 25-30 ബഡ്ജറ്റ് പ്രസംഗങ്ങൾ കേട്ടുള്ളതാണ്. എല്ലാ ബഡ്ജറ്റിലും SC ST വിഭാഗങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്കീമുകൾ പ്രഖ്യാപിക്കും, അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാറുണ്ട് എല്ലാ ബഡ്ജറ്റിലും. എന്നാൽ ആ വിഭാഗത്തിന്റെ പേര് പോലും ഏതെങ്കിലും ഒരു സ്കീം അവർക്ക് വേണ്ടി കൊണ്ടുവന്നതായിട്ടോ നിലവിലെ അവരുടെ പദ്ധതികൾ ഏതെങ്കിലും വർദ്ധിപ്പിച്ചോ, സ്കോളർഷിപ്പ് വർധനവ്, അതല്ലെങ്കിൽ മുദ്രാ ലോണിന്റെ കാര്യത്തിൽ മറ്റ് ഒട്ടനവധി കാര്യങ്ങളിൽ SC ST വിഭാഗങ്ങളെ പൂർണ്ണമായും തടഞ്ഞിരിക്കുക. ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ ഒരുപാട് വർഷം ഏതാണ്ട് ഒരു 4 നൂറ്റാണ്ട് കാലമായി സഭയിലുണ്ടല്ലോ. അപ്പൊ ഞാൻ കഴിഞ്ഞ തവണയും ബീഹാറിന്റെ പേര് പലതവണ നമ്മുടെ ബജറ്റിൽ കണ്ടു. ഇത്തവണയും ബീഹാർ പലതവണ നമ്മൾ കേൾക്കുന്നുണ്ട്, കേരളമില്ല. ഇങ്ങനെ ഏതെങ്കിലും ഒരു സംസ്ഥാനം ഫോക്കസ് ചെയ്തുകൊണ്ട് നേരത്തെ ഏതെങ്കിലും ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ വാജ്പേയിയുടെ കാലത്തുൾപ്പെടെ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു കേന്ദ്ര ബഡ്ജറ്റ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ചും സംസ്ഥാനങ്ങൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു കേന്ദ്ര ബഡ്ജറ്റ് തീർച്ചയായിട്ടും ഉണ്ടായില്ല. ബാലൻസ്ഡ് ബഡ്ജറ്റാണ് എക്കാലത്തും അവതരിപ്പിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ നീതി ലഭിക്കുന്ന തരത്തിലുള്ള ഒരു ബഡ്ജറ്റാണ് എല്ലാ കാലത്തും അവതരിപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ മൂന്നാം നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്ത് വന്നത് വ്യക്തമായ ഭൂരിപക്ഷത്തോടല്ല, മറിച്ച് നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും സഹായത്തോടു കൂടിയാണ് ഇന്ന് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനും അവരാവശ്യപ്പെടുന്ന പാക്കേജുകൾ നൽകാനും പദ്ധതി നൽകാനുമാണ് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 6 മാസത്തിനകം തന്നെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ബീഹാറിന് വാരിക്കോരി ആനുകൂല്യങ്ങൾ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആന്ധ്രയിൽ ഉടനെ തെരഞ്ഞെടുപ്പില്ലാത്തതുകൊണ്ട് ആന്ധ്രയ്ക്ക് കൊടുക്കാവുന്നതെല്ലാം കൊടുത്തു. ഇപ്പോൾ ഉടനെ അവിടെ തെരഞ്ഞെടുപ്പ് വരാത്തതുകൊണ്ടാണ് ആന്ധ്രയുടെ കാര്യം പറയാത്തത്. പക്ഷേ ബീഹാറിന്റെ കാര്യം പറയും. ഡൽഹിയിൽ മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് ഡൽഹിയിലെ ഈ ശമ്പളം വാങ്ങിക്കുന്ന സർക്കാർ ജീവനക്കാരാണ് കൂടുതലായിട്ടുള്ളത്. ഇവിടുത്തെ വോട്ടർമാരിൽ ബഹുഭൂരിപക്ഷം അവരെ കയ്യിലെടുക്കാൻ വേണ്ടിയാണ്. ഇതൊരു പുതിയ കാര്യമല്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ആദായ നികുതി 10 ലക്ഷമായിട്ട് വർദ്ധിപ്പിച്ചത്. അത് ആ ആദായ നികുതിയുടെ പരിധി വർദ്ധിപ്പിക്കണമെന്ന് എത്രയോ കാലമായി ഈ ഇവിടുത്തെ വിവിധ സംഘടനകളും അതുപോലെ തന്നെ ശമ്പളം വാങ്ങിക്കുന്ന ഈ ആദായ നികുതി കൊടുക്കുന്ന ആളുകൾ ആവശ്യപ്പെടുകയാണ്. ആ പരിധി ഇപ്പോൾ വർദ്ധിപ്പിച്ചത് ഡൽഹി പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഇത് ഒരു പുതിയ നടപടിയല്ല. ഇത് എത്രയോ കാലമായി ഈ ഇൻകം ടാക്സിന്റെ പരിധി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ആവശ്യം സ്വാഭാവികമായി അംഗീകരിച്ചു എന്ന് മാത്രമേ. ശരി, താങ്ക് യു. എന്തായാലും കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞതിൽ മറ്റൊരു നേരത്തെ MPമാർ പറയാത്തൊരു പോയിന്റ്, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് എല്ലാ ബജറ്റിലും ഒരു നീക്കിയിരിപ്പ് ഉണ്ടാകുമായിരുന്നു, ഒരു പദ്ധതി ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇത്തവണത്തെ ബജറ്റിൽ അതും കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റിയത് ബീഹാറാണ്, കേരളം എവിടെയുമില്ല എന്ന് MPമാർ ആവർത്തിച്ച് പറയുന്നു.